ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഞാനിതാ ഓരോ പണികളും വൈകുന്നേരം വന്നിട്ടാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ ഇതാ റൂമുകളും ഓഫീസും ലിവിങ്ങും ഒക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇന്ന് കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചൻ്റെ വീഡിയോ എടുക്കാമെന്നുള്ളത്. ഇത് ഞാൻ വന്ന് ഒരു എന്താ പറയുക 4-4:30 നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ വേഗം മഗ്‌രിബ് ബാങ്ക് കൊടുക്കണതുകൊണ്ട് തന്നെ ഏത് പണിക്ക് നിന്നാലും പെട്ടെന്ന് അങ്ങോട്ട് ബാങ്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ സ്റ്റെയറൊക്കെ കൊടുന്ന് വെച്ചിട്ട് കയറുമ്പോൾ മോനും ഇട്ടിട്ട് കൂടെ. അപ്പോൾ മോൻ പറയുന്നുണ്ട് ഞാൻ കയറാമെന്നില്ല കേട്ടോ. അപ്പോൾ കയറാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുറുമ്പായി വാശിയായി. ഞാൻ പറയുന്നുണ്ട് അവനോട് അങ്ങനെ കയറാൻ കഴിയില്ല. അതിൽ സ്റ്റെയറുമ്പോൾ ഓനിൻ്റെ കൂടെ ഈ ലാഡറിന്മേൽ കയറലുണ്ട് കേട്ടോ. പക്ഷേ അവന് പാത്രം എടുക്കണം, പാത്രമൊന്നും അവന് പൊങ്ങൂലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാത്രങ്ങൾ തരാം, അതിങ്ങനെ കൊണ്ടുപോയി വെച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കനല്ലാത്ത പാത്രങ്ങളൊക്കെ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ബാലവേലയാണെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ അവൻ നിർബന്ധം പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അവന് കയറണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനങ്ങനെ കയറ്റി കൊടുക്കണം. അപ്പോൾ ചെറിയ പാത്രങ്ങൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞാൽ അത് കയറി എടുത്തോന്ന്. എനിക്കൊരു പേടിയാട്ടോ, അവൻ വീഴുമോ പാത്രം വീഴുമോ ഒക്കെ. എന്നാലും അതൊക്കെ ഇങ്ങനെ എന്താ പിടിച്ച് നമുക്ക് ചെയ്ത് തന്നെ കേട്ടോ. പിന്നെ നമ്മളെ കൂടെ ഒരാൾ കുട്ടിയാണെങ്കിൽ നമ്മളെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും മിണ്ടാനും പറയാനുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാനൊക്കെ ഒരു സുഖമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്കും തന്നെ ഇത് ആകെ ഒരു ഇത് തോന്നും. അപ്പോൾ അത് റാക്കൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര മാറാലട്ടോ. ഞാൻ കുറേ ആയിട്ട് റാക്കുമ്പോൾ ഒന്നും കയറാത്തോണ്ടിരിക്കും. മറ്റേത് ഞാനൊരു 15 ദിവസം കൂടുമ്പോഴൊക്കെ ഇതൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ അതിമക്ക് അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ചൂലുകൊണ്ട് ഇങ്ങനെ എത്തണപ്പോൾ അങ്ങനെ ഞാൻ തട്ടുന്നല്ലാതെ അതൊന്നും എടുത്ത് തുടക്കലില്ല. പിന്നെ ഈ ഭാഗത്ത് ഞാൻ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതായപ്പോൾ ഞാൻ വന്ന് ഈ കയറിക്കോ ഈ എടുത്തുണ്ടാകും. അപ്പോൾ അതാ സൂപ്പറായിട്ട് എടുത്തിരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പിടിച്ച് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി കളിച്ചോ എന്നാണ് ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. പക്ഷേ മാറാൽച്ചൂലും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ടോ ഞാൻ തട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണല്ലോ ചെറിയ മക്കളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാ പണിക്കും അവർക്ക് കൂടണം കേട്ടോ. എന്നാൽ വലുതായ നമ്മൾ വിചാരിക്കും ഇവരെല്ലാത്തിനും സഹായിക്കുന്നില്ലത്. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ. അതൊക്കെ നമ്മൾ തോന്നലുകൾ മാത്രമാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അവർ എന്തായാലും നമ്മളെ കൂടെ ഇങ്ങനെ കൂടിത്തരും. ഞാൻ എൻ്റെ മോളൊക്കെ ചെറുതാകുമ്പോൾ ഞാൻ മുറ്റടിക്കുമ്പോൾ അവളും തന്നെ ചൂല് വേണമെന്നാണ് കുറുമ്പിടിക്കും. ആ ചൂലെടുത്ത് കൊടുക്കും, എൻ്റെ കൂടെ അടിക്കാൻ കൂടും, തുടക്കാൻ കൂടും, അങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരോട് ഇങ്ങനെ പറയണം കേട്ടോ. നമ്മളെ കാലത്ത് പോലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ കണ്ട് ചെയ്യണ പരിപാടിയില്ല കേട്ടോ. നമ്മളിങ്ങനെ നിർബന്ധിക്കണം. കുറേ നമ്മൾ പറയുമ്പോൾ നമുക്കും ദേഷ്യം വരും, അവർക്കും ദേഷ്യം വരും. അപ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട, നമുക്ക് തന്നെ ചെയ്യാം, കഴിയുന്നിടത്തോളം നമുക്കൊന്നും ചെയ്യാമെന്നുള്ളത് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം മോൾ SSC ആയതുകൊണ്ട് പിന്നെ നമ്മൾ പണിക്ക് വിളിച്ചാൽ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് മാർക്ക് പറഞ്ഞാൽ ഉമ്മാൻ്റെ പണിയെടുപ്പിച്ചതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഏതായാലും മോഡലൊക്കെ കഴിഞ്ഞ് പബ്ലിക് ആവാനായല്ലോ, അപ്പോൾ അവരതൊക്കെ കഴിയട്ടെ എന്നുള്ളത്. ഇതൊക്കെ ഞാൻ നോമ്പിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോസാണ് കേട്ടോ. പക്ഷേ അതൊന്നും എനിക്ക് കഴിഞ്ഞില്ല. നമുക്ക് എന്താ ഓഡിയോ ഈ സൗണ്ട് റെക്കോർഡ് കൊടുക്കണമെങ്കിലാണ് കേട്ടോ പണി. ബാക്കി വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് എടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആ റാക്കൊക്കെ തട്ടി പാത്രങ്ങളൊക്കെ ഞാനിങ്ങോട്ട് പുറത്തേക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ലുല്ലയും വന്നുകൊണ്ട് ലുല്ല ഞാൻ എടുത്തരമ്മ എന്നിട്ട് ലുല്ല അവിടെ എടുത്തരാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ഒക്കെ ഇങ്ങനെ തേച്ചിട്ടോ. ഞാൻ ഇങ്ങനെ കൊല്ലത്തിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ സോപ്പിട്ടിട്ട് ഉരച്ച് കേൾക്കും. അല്ല നമ്മൾ ഒരു 2-3 മാസം കഴിഞ്ഞ് റാക്കൊക്കെ തട്ടി അടിക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കലാണ് കേട്ടോ. ഈ റമദാൻ പണിയിൽ ഞാൻ എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് നല്ലോണം തേച്ച് കഴുകി വെക്കും കേട്ടോ. അതൊന്നും കാര്യമില്ല, നമ്മളതൊന്നും എടുക്കലില്ല കേട്ടോ. റാക്കുമ്പോൾ ഇങ്ങനെ ഷോക്ക് വെക്കണം. അപ്പോഴത്തേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ട് അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു ഞാൻ നിസ്കരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മോൻ പറഞ്ഞു ഉമ്മ വിശക്കുണ്ടെന്നില്ല. അപ്പോൾ ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ. ഇങ്ങനെ എന്താ പണികളൊക്കെ എടുക്കാൻ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാണേനും നമുക്കും തന്നെ വേഗമാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ വന്നിട്ട് അവന് ചോറൊക്കെ വാരി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഇങ്ങനെ സിങ്കിൻ്റെ അവിടെ പുറത്തുനിന്ന് ഇങ്ങനെ കഴുകാൻ കേട്ടോ. അപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി കേട്ടോ. എന്നാലും വണ്ടിയില്ല. പിന്നെന്താണ് ഇതൊക്കെ ഇന്ന് തീർത്തിട്ട് പാത്രങ്ങളൊക്കെ കമിഴ്ത്തി വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കമിഴ്ത്തി തുറന്ന് വെക്കുക കുറച്ച് സമയം. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ റെഡിയായി ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് റാക്കുമ്മക്ക് എടുത്തു വെച്ചാൽ മതിയല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ പണി വരിക നമ്മളെ സ്റ്റോർ റൂമും അടുക്കളയും വർക്ക് ഏരിയ ഒക്കെ ഉണ്ടോ. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം അതായിരിക്കും. നമ്മൾ പറയുമ്പോൾ ഡെയിലി നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. എന്നാലും ഇങ്ങനെയൊക്കെ വലിച്ചിട്ട് നോക്കിയാൽ എവിടുന്നാ ഈ ഇതൊക്കെ പാടെ വന്നത് എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും അച്ചും വന്നു. അപ്പോൾ അവരൊക്കെ ഞാൻ കഴുകി കൊടുക്കുന്ന പാത്രങ്ങൾ ഇങ്ങനെ നിലത്ത് കൂടെ ഇങ്ങനെ വർക്ക് ഏരിയയിൽ നിലത്ത് കൂടെ ഇങ്ങനെ കമിഴ്ത്തി കൊണ്ടുപോയി വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പണികൾ എടുത്ത് തന്നാലും നമുക്ക് ചില സമയങ്ങളിൽ ഒരുപാട് ആശ്വാസമാണ് കേട്ടോ. ഞാനിങ്ങനെ നോമ്പ് അടുക്കാനായി വിചാരിച്ചിരുന്നു. അപ്പോൾ അടുക്കള കഴിഞ്ഞിട്ടില്ല, സ്റ്റോർ റൂം കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. എനിക്കൊരു സമാധാനമൊന്നും ഉണ്ടാവില്ല. മറ്റേത് ഞാൻ 1-2 ദിവസം നിന്നിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ചെയ്യലാണ് കേട്ടോ. ഇപ്രാവശ്യം എത്ര
എത്ര വെച്ചിട്ടാണെന്നറിയോ ഓരോ ഭാഗവും ക്ലീൻ ആക്കിയത്. എന്നാലും അൽഹംദുലില്ലാ നോമ്പ് ആയപ്പോഴത്തേക്കും എല്ലാതും കഴിഞ്ഞ് റാഹത്തായിരുന്നു കേട്ടോ. ഞാൻ തന്നെ വിചാരിക്കും എങ്ങനെ റബ്ബേ ഇതൊക്കെ കഴിഞ്ഞത് എന്നുള്ളത്. ഞാൻ അങ്ങനെ ഈ സമയത്താണ്, നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ സമയത്ത് വന്നിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും എടുത്തിരുന്നത്. നമുക്ക് സഹായിക്കാനൊരു ചേച്ചി വന്നിരുന്നു. അപ്പോൾ ചേച്ചീനെ കൂട്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ജനലും വാതിലൊക്കെ അങ്ങോട്ട് കഴുകി. നമ്മൾ ജനലിൻ്റെ കമ്പിയൊക്കെ പഴയ മോഡൽ കമ്പിയാകുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പൊടിയൊക്കെ കളയണമെങ്കിൽ നല്ലോണം സമയം വേണം കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ രാവിലെ ഷോപ്പിലേക്ക് പോവാതെ അന്ന് ചേച്ചീനെയും കൂട്ടിയിട്ട് ഞാൻ, പക്ഷേ ഈ പണികളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ തന്നെ ചെയ്യണം എന്നില്ല ചില പണികളുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വൈകുന്നേരം വരെ ആയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ലുല്ലക്ക് മദ്രസയിൽ എക്സാം ചെയ്യുന്നു കേട്ടോ. പിന്നെ ലുല്ലേനെ പഠിപ്പിക്കലായി. അപ്പോൾ ഓൺലൈനിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാവും കേട്ടോ. ലുല്ലിനോട് അതൊക്കെ നോക്ക് പറഞ്ഞാൽ ലുല്ല ഉമ്മ വാ എന്നങ്ങനെ പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയും മോളെ ഒന്ന് നോക്കി വെക്ക്, ഞാൻ വന്നിട്ട് ചോദ്യം ചോദിക്കുക. അപ്പോൾ എന്ത് പറഞ്ഞാലും പറയും ഉമ്മ വാന്നില്ലേ. അപ്പോൾ നമ്മുടെ ടൈമും പിന്നെ അവരൊപ്പം ചെല്ലാനുള്ള ടൈമും ഒക്കെ പാടെ ആകുമ്പോൾ നല്ലോണം എന്താ കിടക്കാനൊക്കെ വൈകും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇബ്ബ പറഞ്ഞു ഈ കുട്ടികളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന അരിയും മഞ്ഞളും മുളകും അങ്ങനത്തെ ഒന്നും വാങ്ങിയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് വാങ്ങിക്കാറില്ല. അപ്പോൾ ഞാൻ വെച്ചു ഇന്ന് വാങ്ങിക്കാം, എന്നാൽ പിന്നെ ഇനി രണ്ട് ദിവസമുള്ളൂ കേട്ടോ നോമ്പിന്, അല്ലാതെ അപ്പോൾ അതൊക്കെ കേക്ക് പൊടിക്കും വേണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങോട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ ഞാൻ മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വണ്ടൂർക്ക് പോകുന്നു. അപ്പോൾ ഇബ്ബ ഷോപ്പിൽ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇബ്ബാൻ്റെ കൂടെ കാറിൽ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മളെ എന്താ വണിമല റോഡും ഉണ്ടല്ലോ നിംസ് ഹോസ്പിറ്റൽ, അതിൻ്റെ അടുത്തൊരു ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിൽ നിന്നാണ് കേട്ടോ നോമ്പിലുള്ള സാധനങ്ങൾ വാങ്ങൽ. വേറെ ഒന്നും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കലില്ല കേട്ടോ. ഈ നോമ്പാകുമ്പോൾ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങൾ എടുക്കാൻ കേട്ടോ ചെയ്യൽ. അങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഒന്നിച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് കൂടുതൽ വേണ്ടി വരുമല്ലോ, നോമ്പിനാകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടല്ലോ. ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോവൽ. എല്ലാ ദിവസങ്ങളൊക്കെ നമ്മളെ അയിനിക്കോടില്ല നമ്മളൊരു കടയിൽ നിന്ന് ആണ് കേട്ടോ വിളിച്ച് പറയും, അവിടുന്ന് ഒരു കൊടുന്നേരും, അല്ലെങ്കിൽ ഇപ്പോൾ കട അടച്ച് വരുമ്പോൾ കൊടുന്നേരും. അല്ലാതെ ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്കൊന്നും പോവില്ല കേട്ടോ. പിന്നെ ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്കോ പെരുന്തമണ്ണക്കൊക്കെ പോവുകയാണ് സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ അപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങുക എന്നല്ലാതെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെ സാധനം വാങ്ങുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏതായാലും അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കേന്ന് കേട്ടോ, എല്ലാ ആളുകളും സാധനം എടുക്കലും ഇതും ഒക്കെ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് സോപ്പും പൊടി അങ്ങനത്തെ ഒക്കെ എടുത്തോളൂ. ഞാനിങ്ങനെ മസാലപ്പൊടികളൊക്കെ നമുക്കാണല്ലോ അറിയാം, അതൊക്കെ എടുക്കുക. പിന്നെ നെയ്യും കാര്യങ്ങളും എടുക്കുക. അപ്പോൾ നെയ്യൊക്കെ എനിക്ക് കണ്ടപ്പോൾ എല്ലാ നെയ്യും വേണമെന്നൊക്കെ തോന്നിയിട്ടോ. അതൊക്കെ എടുത്തപ്പോൾ തന്നെ ഒരു സംഖ്യയായി. പിന്നെ ഞാൻ പറഞ്ഞു മേലെ പോയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ വേണം, നമുക്ക് അങ്ങനെ നോമ്പിനൊക്കെ എന്തെങ്കിലും ഒരു പുതിയ ഐറ്റംസ് ഇറക്കുക എന്നുള്ളതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ സാധനം വാങ്ങാൻ പോയപ്പോഴത്തേനും ഇബ്ബനോട് താഴ്ത്തുന്ന പറഞ്ഞു ഇതിന് തന്നെ ഒരുപാട് ബില്ലായി, ഇനി ബാക്കിയൊക്കെ പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അവിടെ പോയി ചെന്നപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അതെടുത്തു. അപ്പോൾ നമ്മളെ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തു. അപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവർ പൊറുക്കി കൂട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു മക്കളൊക്കെ കൂട്ടി പോയാൽ നമ്മളെന്തെങ്കിലും സാധനം വാങ്ങണേക്കാട്ടിയും കൂടുതൽ മക്കൾ വാങ്ങുന്ന സാധനത്തിൻ്റെ കൂട്ടോ ബില്ല് വരിക. അപ്പോൾ മേലെ ചെല്ലുമ്പോൾ റബ്ബേ എന്തൊരു അടിപൊളി പാത്രങ്ങൾ അറിയും. നമുക്ക് ചെന്നാൽ പെണ്ണുങ്ങൾക്ക് എന്ത് കണ്ടാലും വാങ്ങണം എന്ന് തോന്നും കേട്ടോ. പിന്നെ അത്രയ്ക്ക് നല്ല പാത്രങ്ങളും ഗ്ലാസ്സുകളും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് വാങ്ങാൻ പറ്റുന്നതിലേറെ വിലയുണ്ട് കേട്ടോ നമുക്ക് തോന്നുക. നമുക്ക് ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം കുറവ് എന്നൊക്കെ അല്ലേ വേണ്ടത്, പക്ഷേ അത്രയ്ക്കൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ വാങ്ങി കവറൊക്കെ ആക്കിയിട്ട് ഇബ്ബാൻ്റെ കൂടെ പോരാം. ഫുഡ് വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞു വേണ്ട ചിക്കനും നെയ്ച്ചോറും ഉണ്ട് അത് മതി എന്നുള്ളത്. കുട്ടികൾക്ക് ജ്യൂസ് വേണമെന്നാണ് പോരാന്ന്, ഞങ്ങൾ ജ്യൂസൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പിന്നെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ പുറത്തിറങ്ങിയ ഒരു ചായ കുടിക്കണം. അത് ഞങ്ങൾ വണ്ടൂർ ഒരു തട്ടുകടൻ്റെ അവിടെ നിർത്തിയിട്ട് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇനി ഈ മഞ്ഞളും മുളകൊക്കെ നാളെ രാവിലെ തന്നെ ഇട്ട് ഉണക്കണം. ഞാൻ നാളികേരം വെട്ടിയാണ്ട് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പൊടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നാളെ പിന്നെന്താ ദേശീയ പണിമുടക്കാണ്. അപ്പോൾ കടയല്ല കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നത്. നാളെ രാവിലെ അതിന് പരിപാടി എടുക്കാമല്ലോ. കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നിനല്ല ഞാനിതാ തലേനൊക്കെ പുറത്ത് വെച്ച് പോയിന്ന് കേട്ടോ. വെയിലത്ത് ഉച്ചയ്ക്ക് വെച്ചതാണ്. അപ്പോൾ അതെടുത്ത് വെക്കാൻ പോരുമ്പോൾ മറന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ സിറ്റ് ഔട്ടിൽ വെച്ചു. മക്കളോട് പറഞ്ഞു ചെറുതൊക്കെ ഇങ്ങോട്ട് അകത്ത് കൊണ്ടുവന്നേക്ക്, വലുത് ഉമ്മ കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്നോട്ടെ, ഓഫീസ് റൂമിൽ വെച്ചപ്പോൾ വിചാരിച്ചു അവിടെ നിൽക്കട്ടെ, രാവിലെ ഹർത്താലല്ലേ അപ്പോൾ ചെയ്യാമെന്നില്ലേ.